ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക്, ഡെയിലി മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 1 തെസ്സലോനിക്യ 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കത് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത്, നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ. 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നാമോ പകലിനുള്ളവരാകയാൽ. എന്താണ് ഈ പകലിനുള്ളവർ എന്ന് വെച്ചാൽ? നാം ഉണർന്നിരിക്കുകയാണ്. ഒരു വിശ്വാസി എപ്പോഴും അലേർട്ടാണ്, ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പം നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലാതെ മടി പിടിച്ച് ഒരിടത്തിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ പകലിനുള്ളവരെന്ന് വെച്ചാൽ നാം എപ്പോഴും പ്രവർത്തന നിരതരായിട്ടാണ് ഇരിക്കുന്നത്. വിശ്വാസം എന്നതും അത് വാസ്തവത്തിൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെയാണ് വെളിപ്പെടുന്നത്. അപ്പം അവിടെ പ്രത്യേകമായിട്ട് എന്താ പറയുന്നത്? വിശ്വാസവും സ്നേഹവും എന്ന കവചം. അപ്പം ആ കവചം നമ്മളെവിടെയാണ്? നമ്മുടെ നെഞ്ചിലാണ് നമ്മൾ കവചം ഇടുന്നത്, അതായത് നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ അവിടെ ഹൃദയം ഇരിക്കുന്നു. അപ്പം ഹൃദയത്തിലാണല്ലോ നമുക്ക് ഈ സ്നേഹവും വിശ്വാസവും. അപ്പം നമ്മൾ അനാറ്റമി പഠിക്കുമ്പോഴുള്ള ഹൃദയം നല്ല ഇതിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ഈ ചിന്തകളും സ്നേഹവും വികാരങ്ങളും എല്ലാം നമ്മുടെ ബ്രെയിനിലാണ്. എങ്കിൽ തന്നെയും നമ്മളത് സംസാരിക്കുമ്പോൾ അത് ഹൃദയമെന്ന് പറയും. അതായത് സ്നേഹവും വിശ്വാസവും എല്ലാം അതായത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തെയാണ് ആ ഹൃദയമെന്നിവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ആ ഹൃദയത്തിൻ്റെ കവചം എന്തായിരിക്കണം? വിശ്വാസം, സ്നേഹം എന്നിവയായിരിക്കണം അതിൻ്റെ കവചം. അതായത് നമ്മുടെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസവും കർത്താവിനോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള സ്നേഹവും. ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തെ കവർ ചെയ്യുന്ന കവചമെന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? രക്ഷ എന്ന ശിരസ്ത്രമാണല്ലോ. ശിരസ്ത്രം എന്ന് വെച്ചാൽ തല കവർ ചെയ്യുന്നതാണല്ലോ ശിരസ്ത്രം എന്ന് പറയുന്നത്. അപ്പം തലയിൽ എന്താണ് നടക്കുന്നത്? ചിന്തകൾ, അതായത് കാര്യകാരണങ്ങൾ എല്ലാമുള്ള ചിന്തകളാണ് വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലയിൽ കൂടെ. ഹെഡ് ആൻഡ് ഹാർട്ട് എന്ന് പറയും. ഇപ്പോൾ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ, റീസണിങ് പവർ. അപ്പോൾ റീസണിങ് പവറിൽ നമുക്ക് എന്താണ്? നമ്മുടെ ചിന്ത എന്തായിരിക്കണം? നാം രക്ഷിക്കപ്പെട്ടവരാണ്. വാസ്തവമായി കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ എന്നിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ, രക്ഷിക്കപ്പെട്ട ദൈവജനമാകുന്ന നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം, നന്മയിലേക്കുള്ളതായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സുബോധമായിട്ടിരിക്കണം, നല്ല ബോധത്തോടെ. അതായത് ആ അവയർനെസ്, ദൈവമാണ് നമ്മെ നടത്തുന്നത് എന്നുള്ള അവയർനെസ് നമുക്കുണ്ടായിരിക്കണം, ആ ബോധം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമ്മെ കോപത്തിന് വേണ്ടിയിട്ടല്ല കർത്താവ് രക്ഷിച്ചത്. കർത്താവ് എന്താണ്? കോപം ഏറ്റെടുത്തു. കർത്താവ് കോപം ഏറ്റെടുത്തു. ഇനി കോപത്തിന് വേണ്ടിയിട്ടല്ല നമ്മെ സൂക്ഷിക്കുന്നത്. എന്തിനാണ്? നമ്മെ രക്ഷയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. കർത്താവിനോട് കൂടെ നിത്യതയിൽ വാഴാനായിട്ട് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പം നാം എന്താണ് ചെയ്യുന്നത്? ആകയാൽ
നമ്മൾ ചെയ്തു വരുന്നത് പോലെ നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കണം. അതായത് നമ്മുടെ കൂട്ടുവിശ്വാസികളെ ബലപ്പെടുത്തണം, അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം, ദോഷമായിട്ടുള്ളതൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ അന്യോന്യം ആത്മീയ വർധന വരുത്തണം. കാരണം പല പല കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ നിരാശയിലൊക്കെ ആയിപ്പോകും. അപ്പോൾ അവരെ നമ്മൾ ഉറപ്പിക്കണം, കർത്താവിൽ ഉറപ്പിക്കണം, കർത്താവിൽ ശക്തിപ്പെടുത്തണം. ഇതാണ് നമ്മെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം സ്നേഹം, വിശ്വാസം, സുബോധം, പിന്നെ അന്യോന്യം ആത്മീയ വർധന വരുത്തുക, കർത്താവിൻ്റെ മക്കളെന്നുള്ള രീതിയിൽ കർത്താവിൻ്റെ മക്കളായി ജീവിക്കുക. ഇതാണ് നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മെ ഇതിനായിട്ട് കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളെ അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന ഞങ്ങളെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നിരിക്കയാൽ നിത്യജീവനായിട്ട് നീ ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എപ്പോഴും കർത്താവേ, നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ, മറ്റുള്ളവരോട് സന്തോഷമായിരിക്കാൻ, മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്ന കാര്യങ്ങളും സംസാരങ്ങളും ഞങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങ് അടിയങ്ങളിൽ കൂടെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയങ്ങളെ ഓരോരുത്തരെയും ആത്മീയമായി വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹിതപ്രകാരം ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. സകല മഹത്വം അവിടുത്തേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്.